കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഫെബ്രുവരി മാസം 25-ാം തീയതി ഞാൻ കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരത്തെത്തുന്ന വന്ദേ ഭാരത് യാത്ര ചെയ്ത് ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങി. ട്രെയിനിൽ നിന്ന് നിലത്ത് കാലുകുത്തിയ സമയം തൊട്ട് അടുത്ത അരമണിക്കൂർ ജീവൻ മരണ സംഘർഷത്തിൽ കഴിയേണ്ടി വന്നു. പ്രത്യേകിച്ച് ട്രെയിനിൽ നിന്നിറങ്ങി അപ്പോൾ 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വരണം. അത് ആ ഫുട് ഓവർ ബ്രിഡ്ജിൽ കൂടെ നടന്ന് കയറി വരണം. എൻ്റെ കയ്യിൽ, എൻ്റെ ഭാര്യയുടെയും കയ്യിൽ, അവിടെ ഓരോരുത്തരുടെയും കയ്യിൽ 2 സാമാന്യം വലിപ്പമുള്ള ബാഗുമുണ്ട്. എനിക്ക് ആ ഒരു അനുഭവം വിവരിക്കാനുള്ള ഭാഷാശക്തിയും ശൈലിയുമില്ല. ആയിരക്കണക്കിന് ആളുകൾ, മുൻപോട്ട് പോകാൻ വയ്യ, പുറകോട്ട് പോകാൻ വയ്യ. ആറ്റുകാൽ പൊങ്കാല അമ്മയുടെ അനുഗ്രഹം പ്രാപിപ്പാനായി തലസ്ഥാന നഗരിയിൽ തടിച്ചുകൂടി പാചകം ചെയ്ത് അങ്ങനെ ആത്മീയമായ ആവേശം പ്രകടിപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം പ്രാപിച്ച് ഭവനത്തിലേക്ക് മടങ്ങുവാൻ തത്രപ്പെടുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഒരു മനുഷ്യ സമുദ്രം. അല്പസമയത്തേക്ക് വാസ്തവത്തിൽ ഞാൻ ജീവൻ ഭയന്നുപോയി. ഏതായാലും അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കോട്ടയത്ത് എന്താണ് നടക്കുന്നതെന്ന് ഓർമ്മ വന്നു. അവിടെ ഇതുപോലെ മറ്റൊരു വലിയ സംഭവം നടക്കുകയാണ്. എന്താണ്? മാർത്തോമൻ പൈതൃകം ഞങ്ങളുടേതാണ് എന്ന അവകാശം അരക്കെട്ടുറപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസ വീരന്മാർ അനേക ദിവസങ്ങളിലായി കേരളത്തിൻ്റെ 2 അറ്റത്ത് നിന്നും നടത്തിക്കൊണ്ടിരുന്ന ഈ വർഗീയ ഘോഷയാത്ര കോട്ടയത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയാണ്. കോട്ടയം പട്ടണം ഈ വിശ്വാസികളുടെ ആവേശം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്, ശ്വാസം മുട്ടുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, എന്തുകൊണ്ടാണ് മതമേതായാലും എല്ലാവർക്കും അവരുടെ മതം, അത് മതത്തെപ്പറ്റിയുള്ള ആവേശം, അതിനെ ഭക്തി എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു, അത് പൊതുരംഗത്ത് കൊണ്ട് പ്രദർശിപ്പിക്കാൻ ഇത്ര വലിയ ആവേശവും എന്താണ് എന്ന് ഞാൻ നന്നേ ചിന്തിച്ചു. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീര് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മത ആചാരങ്ങളെ അല്ലെങ്കിൽ നിങ്ങളും ദൈവവുമായുള്ള ബന്ധത്തെ ഒരിക്കലും ഒരു പരസ്യ പ്രദർശനമായി നിങ്ങൾ അധപ്പതിപ്പിക്കരുത് എന്ന് വ്യക്തവും ശക്തവുമായി യേശു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളും ദൈവമുള്ള ബന്ധം പൊതു നിരത്തിൽ കൂടെ വലിച്ച് ഇഴച്ചു കൊണ്ട് നടക്കേണ്ട ഒരു ശവമല്ല. അതിൻ്റേതായ അഖണ്ഡതയും പരിശുദ്ധിയും നിങ്ങൾ കൽപ്പിക്കണം. അത് സാധ്യമാകണമെങ്കിൽ രഹസ്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യസന്ധതയിൽ ദൈവബോധത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും അഭയയാചനകളും സ്തുതിസ്തോത്രങ്ങളും അർപ്പിക്കണം. അതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വെച്ചാൽ അവൻ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് യേശു ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ്. നമ്മുടെ അറയുടെ വാതിലൊക്കെ എന്നേ പോയി, ആകെപ്പാടെ ഇപ്പോൾ നിരത്താണ്, റോഡാണ്, സ്ട്രീറ്റാണ്. അവിടെ കൊണ്ട് ഇത് അലക്കിയില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്താണ് ഈ മാർത്തോമൻ പൈതൃകത്തോട് ഇത്ര വലിയ പ്രേമം? യേശുവിൻ്റെ പൈതൃകം അവർ പറയുന്നില്ല. മാർത്തോമൻ തോമാസ് ലീഹായുടെ പൈതൃകം,
അപ്പോൾ എനിക്കിത് അത്ര വ്യക്തമായ ധാരണയില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു യാക്കോബക്കാരനോട് ചോദിച്ചു, എന്താണ് ഇവരിങ്ങനെ മാർത്തോമൻ എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ മാർത്തോമ എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തെ ആളുകൾ നിൽപ്പുണ്ട്, അവർ കയറി പിടിക്കും. മാർത്തോമ സഭയിലെ ആളുകൾ. അവർക്കും തോമാസ് ലീഹായാണ് അവിടെ പൈതൃകം, ഇവർക്കും തോമാസ് ലീഹായാണ് പൈതൃകം. ആ രണ്ടുപേരും കൂടെ പൈതൃകത്തിന് കടി കൂടും. അത് വേണ്ട, അവർ മാർത്തോമൻ ആയിക്കോട്ടെ, ഞങ്ങൾ മാർത്തോമൻ. അതേത് ഭാഷയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. മാർത്തോമൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷ എനിക്കറിഞ്ഞുകൂടാ. മലയാളം പോലൊക്കെ തോന്നുന്നുണ്ട്, തമിഴാകാനും സാധ്യതയുണ്ട്. ഏതായാലും മാർത്തോമൻ ഞങ്ങളുടേതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, തോമാസ് ലീഹായ കേരളത്തിൽ കൊണ്ടുവന്ന് പറയുന്ന ഈ ഒരു സുവിശേഷത്തിൻ്റെ വഴിയും നിങ്ങളിപ്പോൾ നടക്കുന്ന വഴിയും തമ്മിൽ എന്താണ് സാമ്യം? ഓർത്തഡോക്സ് സഭയുടെ അവസ്ഥയെപ്പറ്റി അല്പം വിവരമുള്ള വ്യക്തിയാണ് ഞാൻ. അറിയാൻ വയ്യാതെയല്ല സംസാരിക്കുന്നത്. യേശുവിൻ്റെ മാർഗവും ഓർത്തഡോക്സ് സഭ ആചരിക്കുന്ന ഇപ്പോഴത്തെ ഈ മതതീഷ്ണതയും വർഗീയ തീഷ്ണതയും അതിന് സംബന്ധമായി അവർ നടത്തുന്ന രാഷ്ട്രീയ മാമാങ്കവും തമ്മിൽ എന്താണ് ബന്ധം? പിന്നെ തോമാസ് ലീഹ ഞങ്ങളുടെ മാത്രം പൈതൃകമാണ് എന്ന് ഇപ്പോൾ ഒരവകാശം ഉന്നയിച്ച് തിരുവീതിയിൽ കൂടെ ഇങ്ങനെ ഊടാടി നടക്കേണ്ടി വന്ന ഗതികേട്, അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 5-10 വർഷങ്ങളായി ഈ സഭയുടെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട അഴുക്ക് ചാലുകൾ, അതിൻ്റെ ദുർഗന്ധം കേരളത്തിലെ എല്ലാ മൂക്കിനകത്തുമുണ്ട്. അപ്പോൾ അത് അല്പം ഒന്ന് മാറ്റി കിട്ടാനായി ഉപയോഗിക്കുന്ന പേർഷ്യൻ പെർഫ്യൂമാണ് മാർത്തോമൻ എന്നും പറഞ്ഞ് തെരുവീഥിയിൽ കൂടെ വലിച്ചിഴിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ ലജ്ജ തോന്നി എനിക്ക്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പറയും, ഞാൻ ഓർത്തഡോക്സുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഈ മാർത്തോമൻ, അതായത് തോമസ് ലീഹായുടെ പൈതൃകം, അതൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ കാണിക്കുന്ന ഈ കോക്കാം പീച്ചുകൾ സാക്ഷാൽ തോമസ് ലീഹ അല്ലെങ്കിൽ സഹദ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സഹദ കണ്ടാൽ അദ്ദേഹം എന്ത് പറയുമായിരുന്നു? അവർ ചോദിക്കും, ഇവർക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കും, അല്ലേ? ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ കേരളത്തിൽ വന്നു എന്നൊക്കെ ഓരോ പറയുന്നു. ഞാൻ ചെയ്തത് എന്താണെന്ന് അവർക്ക് വല്ല ബോധ്യമുണ്ടോ? ഇങ്ങനെ നടക്കാൻ ഞാൻ അവരെ പഠിപ്പിച്ചോ? അവരോട് ഇത് ആര് പറഞ്ഞു? ഇവരാരെയാണ് അനുഗമിക്കുന്നത്? ഇവരെങ്ങനെ ക്രിസ്ത്യാനികളായത്? വേണ്ട, അദ്ദേഹം ഈ ഓർത്തഡോക്സ് തിരുമേനിമാരെ ഒന്ന് നിരത്തി നിർത്തിയിട്ട് അവരെ ഒന്ന് മണത്ത് നോക്കിയിട്ട് ചോദിക്കും, എടാ നിൻ്റെ ദേഹത്ത് എന്താ വിയർപ്പിൻ്റെ ഗന്ധമില്ലാത്ത? നീ വെറും മടി പൂണ്ട് സുഖഭോഗം കൊണ്ട് മാത്രം കഴിയുന്ന ഒരു മാനുഷിക അശ്ലീലമാണോ എന്ന് ചോദിക്കില്ലേ? ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വഴിയിൽ സഞ്ചരിച്ചത്. നിങ്ങളോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ലക്ഷറി കാറുകളില്ലേ, അത് സുവിശേഷത്തിൻ്റെ യേശുവിൻ്റെ ഏത് ഭാഗത്തെ ഏത് പഠിപ്പിനെ ആശ്രയിച്ചാടാ നീ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിൻ്റെ കാർ ഓടുന്ന പെട്രോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്, നിൻ്റെ കാർ ഓടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണെന്നോടാ എന്ന് ചോദിച്ചാൽ ഈ തിരുമേനിമാർ എന്ത് പറയും, എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്നും വേണ്ട, ഈ മാർത്തോമൻ പൈതൃകം പറയുന്നില്ലേ, അവർ തോമാസ് ലീഹയോട് ചോദിച്ചു നോക്കണം, സഹദായെ, സ്ലീബായെ, ഞങ്ങൾ യാക്കോബും തമ്മിൽ കടിപിടിയാന്നേ, അത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് പിടിക്കാവേ എന്ന് പറഞ്ഞാൽ തോമാസ് ലീഹ തീർച്ചയായും പുറം കൊണ്ടൊരു തട്ട് കൊടുക്കും, മോന്തയ്ക്ക് ബോണറ്റ് പൊളിക്കും, അല്ലേ? പിന്നെ എന്താണ് ഈ കാട്ടുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? ആവശ്യം ഇത്രയേ ഉള്ളൂ, നഗ്നത മറയ്ക്കാനൊരു അത്തിയില, നഗ്നത മറയ്ക്കാനൊരു മാർത്തോമൻ അത്തിയില. ഈ നഗ്നത കേരളം മുഴുവനും കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഇത് മറച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നുവെന്നും
എന്താണ് നിങ്ങളുടെ സംസ്കാരമെന്നും കേരളത്തിലിപ്പോൾ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അക്രൈസ്തവർക്ക് നന്നേ അറിയാം. ഇത് സോഷ്യൽ മീഡിയ യുഗമാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ കളികളും, നിങ്ങൾ നടത്തുന്ന ഓരോ ചവിട്ട് നാടകങ്ങളും കണ്ട് കണ്ട് കേരളം മടുത്തിരിക്കുകയാണ്. ഇതൊരു സാമൂഹ്യമായ ഒരു പകർച്ചവ്യാധിയായിട്ടാണ് കേരള സമൂഹം നിങ്ങളെ കാണുന്നത് എന്നതിന് വല്ല സംശയമുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയമായ ചൂതാട്ടങ്ങൾ, സാമ്പത്തികമായ അക്രമങ്ങൾ, അധാർമികമായ പിത്തലാട്ടങ്ങൾ, പരസ്പര പക, വിദ്വേഷം, കഴിയുമെങ്കിൽ രക്തം ചൊരിയാറുള്ള നിങ്ങളുടെ രക്തദാഹം, അന്യോൻ്റെ മുതൽ പിടിച്ചു പറിക്കാനുള്ള നിങ്ങളുടെ അതിമോഹം, ഇതിൻ്റെ എല്ലാം മേമ്പടിയായിട്ട് മാർത്തോമൻ എന്ന് പറഞ്ഞ് നടക്കുക. ലജ്ജയില്ല നിങ്ങൾക്ക്. ഇത് ആളുകൾ കണ്ട് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. പണ്ടത്തെ യുഗമല്ലിത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളെ കണ്ടാൽ ചിരിക്കാത്ത ആളുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെയില്ല. എനിക്ക് വളരെയധികം ഓർത്തഡോക്സ് ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അവരെന്നോട് പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവരെന്നോട് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സഭയിലെ അംഗങ്ങൾ നിങ്ങളെ പുച്ഛിച്ചാണ് കാണുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? ഒരു വലിയ സങ്കടമാണ്. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ഇതൊരു രാഷ്ട്രീയമായ മാമാങ്കമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 3000 കോടി രൂപ ചിലവാക്കി BJP എന്ന് പറഞ്ഞാൽ മോദി പട്ടേലിൻ്റെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ ആ കടൽ തീരത്തുണ്ടാക്കി വെച്ചിരിക്കുന്നു. 70 അടി പൊക്കം. എന്തിനാണ്? പട്ടേൽ ഞങ്ങളുടേത് മാത്രമാണ്. പട്ടേലും സംഘപരിവാറുമായിട്ട് ഒരു ബന്ധവുമില്ല, നമുക്കറിയാം. പട്ടേൽ കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാവായിരുന്നു, ഉരുക്കു മനുഷ്യനായിരുന്നു. പക്ഷേ ഞങ്ങളുടേത് മാത്രമാണ്. ഇപ്പോൾ ഇനി അടുത്ത തലമുറയോട് സർദാർ പട്ടേൽ, വല്ലഭായ് പട്ടേൽ ആരാണെന്ന് ചോദിച്ചാൽ പറയും അദ്ദേഹം ഒരു RSSൻ്റെ പ്രചാരക്കാരനും എന്ന് പറയും. അതുപോലുള്ള ബന്ധമാണ് തോമാസ് ലീഹായും ഓർത്തഡോക്സാരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ തെറ്റ് തിരുത്താൻ സഹായിക്കുന്ന വസ്തുതകൾ തിരുത്തുക. ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇതൊരു രാഷ്ട്രീയമായ തന്ത്രമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആത്മീയമായ നിങ്ങളുടെ നഗ്നത മറയ്ക്കാനായി നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച ഒരു അത്തിയിലയാണിത്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ തന്നെ യുവതി യുവാക്കന്മാർ നിങ്ങളെ ശപിക്കുന്നുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് പരസ്യമായി എന്തെങ്കിലും പ്രദർശിപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരാദ്യം മനസ്സിലാക്കേണ്ടത് രഹസ്യമായ യാഥാർത്ഥ്യത്തെ കുഴിച്ചു മൂടുവാൻ അല്ലെങ്കിൽ മറച്ചു വെക്കാനാണ് ഈ പരസ്യമായ പ്രകടനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നത് ഇപ്പോൾ എല്ലാവരും പരക്കെ തിരിച്ചറിയുന്നൊരു മർമ്മം തന്നെയാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോമാസ് ലീഹായോടും തോമാസ് ലീഹ കൊണ്ടുവന്ന സുവിശേഷത്തോടും ആ സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗമായ യേശുവിനോടും എന്തെങ്കിലും ബന്ധമോ മമതയോ ആദരവോ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം തെരുവീഥിയിൽ കൂടെ പൊക്കിയെടുത്തുകൊണ്ട് നടന്ന് ഈ ഒരു പ്രദർശനം നടത്തേണ്ട ഒരു ആവശ്യവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് യേശുവിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുവാൻ അല്പം പോലും മനസ്സില്ലാത്തത് കൊണ്ട് നിങ്ങൾ കേരളത്തിൻ്റെ തെരുവീഥിയിൽ ഈ കോലാഹലം കാണിക്കുകയാണ്. ഇത് നിർത്തണം. ഞാൻ പറയുന്നത് ഭാരതം ഒരു മതേതര രാജ്യമാണ്. ഞാനിതിനെപ്പറ്റി 20 വർഷത്തിന് മുൻപ് ഒരു ലേഖനം ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരുന്നു. ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടുത്തെ നിരത്തുകളിൽ ഒരു മതവും അവരുടേതായ ഭാണ്ഡം പൊക്കി നടക്കാൻ, അതുകൊണ്ട് പൊതുജന ശല്യം ഉണ്ടാക്കാൻ അനുവദിക്കരുത്. നിയമം മൂലം മതം റോഡുകളിൽ നിരത്തുകളിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ ജീവിത ഭദ്രതയെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിൽ ഗതാഗതം മുടക്കുക, ആൾക്ക് വീട്ടിൽ ചെന്നെത്താൻ കഴിയാത്ത വിധത്തിൽ വർഗീയത, അവരുടെ ഭക്തി പൊതുരംഗത്ത് പ്രദർശിപ്പിക്കുക, ഇതൊക്കെ നിയമം മൂലം തടയേണ്ട കാര്യങ്ങളാണ്.
ഭക്തി ഉണ്ടെങ്കിൽ അത് റോഡിൽ പ്രദർശിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആറ്റുകാൽ പൊങ്കാല റോഡിൽ, ഇത് വേറെ എവിടെയെങ്കിലും ആയിക്കൂടെ? റോഡിൽ തന്നെ ചെയ്യണം. തിരുവനന്തപുരം പട്ടണം ഇത്ര മലീമസമായി, പക്ഷെ ആരും പറയില്ല, പറഞ്ഞാൽ തല പോകും. ഇത് ഒരു വലിയ അപകടമാണ്. ഇപ്പോൾ പരസ്പരം മത്സരിച്ചാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭ പോട്ട ധ്യാനകേന്ദ്രമൊക്കെ ഉണ്ടാക്കി നായിക്കമ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ. അതെന്തിനാണ് ഉണ്ടാക്കിയത്? പെന്തക്കോസ്തുകാരോട് മത്സരിച്ചാണ്. കത്തോലിക്കർ പെന്തക്കോസ്തുകാരുടെ ഈ വലിയ നാടകമൊക്കെ കണ്ട് അങ്ങോട്ട് പോകുന്നു. ആ ഒഴുക്ക് തടയാൻ വേണ്ടി ഇപ്പോഴത്തെ നായിക്കനെ ഇറക്കി. മദർ തെരേസ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആർജിച്ചു എന്ന് കണ്ടപ്പോൾ ഹിന്ദുക്കൾ ഇവിടെ കേരളത്തിലൊരു അമൃതാനന്ദമയി ഇറക്കി. കേരളത്തിലെ മദർ തെരേസയാണ് അമൃതാനന്ദമയി. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുക, അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല. ഇതിൻ്റെ എല്ലാം പിറകിൽ കളിക്കുന്നത് പണവുമാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അത്രമാത്രം പണക്കൊഴുപ്പില്ലായിരുന്നുവെങ്കിൽ ഈ വലിയൊരു നാടകം, ഒരു സംസ്ഥാനത്തെ മുഴുവനും കവർ ചെയ്തൊരു നാടകം നടത്താൻ എത്ര കോടി രൂപ ചിലവാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കോട്ടയത്ത് തന്നെ നടന്ന ഈ വലിയ സംരംഭം, എന്താണ് പറയുന്നത്, ഈ കൂടിവരവ്, അത് നടത്താനായിട്ട് എത്ര കോടി രൂപ ചിലവാക്കിയിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ട് നാളേറെയായി. ഇതൊക്കെ പണക്കൊഴുപ്പ് കാണിക്കുകയും ലൗകികമായ മർമ്മങ്ങൾ കൊണ്ട് കാണികളുടെ കൈയടി വാങ്ങിക്കാൻ തത്രപ്പെടുകയും ചെയ്യുന്ന അപഹാസ്യമായ ഒരു കാഴ്ചപ്പാടും അതിനനുസരിച്ചിട്ടുള്ള തത്രപ്പാടുമാണ്. എന്നതിനപ്പുറത്ത് ഇതിനകത്ത് ഒരു ചുക്കുമില്ല എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് കുറഞ്ഞ പക്ഷം ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തിലുള്ള യുവതീവാക്കന്മാർക്കെങ്കിലും ആർക്കെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിക്കുകയാണ്. ഇതൊക്കെ വലിച്ചു ദൂരേക്കെറിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശു പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിലേക്ക് ഒന്ന് കാല് ചവിട്ടുവാൻ നമ്മുടെ കാലഘട്ടത്തിൽ ആളുകൾക്കിടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഹസനത്തിൻ്റെയും ഈ ഭൗതികമായ പണക്കൊഴുപ്പിൻ്റെ ആ ഭ്രാന്തിനെയും ഉപേക്ഷിച്ച് നീതിയുടെയും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും സാഹോദര്യത്തിൻ്റെയും വഴിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുക.